കാർഷിക വാർത്തകൾ. രാജ്യത്തെ ഉള്ളി കർഷകർ കടുത്ത പ്രതിസന്ധിയിലെന്ന റിപ്പോർട്ട്. 10,000 കോടിയുടെ ലൈഫ് ലൈൻ തേടി കർഷകർ. വിപണിയിലെ വിലത്തകർച്ചയും ഉയർന്ന കൃഷിച്ചെലവും കർഷകരെ കടക്കെണിയിലാക്കി. ഈ സാഹചര്യത്തിൽ മേഖലയെ കരകയറ്റാൻ 10,000 കോടി രൂപയുടെ അടിയന്തര പുനരുജ്ജീവന പാക്കേജ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലുള്ള കർഷകർക്ക് ആശ്വാസം പകരാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കയറ്റുമതി നയം വേണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. പെട്ടെന്നുള്ള കയറ്റുമതി നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ആഭ്യന്തര വിപണിയെ അസ്ഥിരമാക്കുന്നതായും ഇത് കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വിളവെടുപ്പ് കാലത്ത് അന്താരാഷ്ട്ര വിപണി പ്രയോജനപ്പെടുത്താൻ പാകത്തിലുള്ള സുതാര്യമായ നയങ്ങൾ നിലവിൽ വന്നാൽ മാത്രമേ കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ സാധിക്കൂ. ഈ പാക്കേജ് വെറുമൊരു സാമ്പത്തിക സഹായത്തിനപ്പുറം ഉള്ളി വിതരണ ശൃംഖലയുടെ നവീകരണത്തിന് ഉപയോഗിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ശാസ്ത്രീയമായ കോൾഡ് സ്റ്റോറേജുകളും ഡീഹൈഡ്രേഷൻ യൂണിറ്റുകളും സ്ഥാപിച്ചാൽ വിളവെടുപ്പിന് ശേഷമുള്ള വൻ നഷ്ടം ഒഴിവാക്കാനും വില കുറയുമ്പോൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ടി വരുന്ന ദുരിത വിൽപ്പന തടയാനും സാധിക്കും. സുസ്ഥിരമായ ഒരു നയരൂപീകരണം വഴി രാജ്യത്തിന്റെ ഉള്ളി വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്താനും കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്ന് കർഷകർ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ. ജൂൺ 1 മുതൽ 5 മാസത്തേക്ക് പരുത്തി ഇറക്കുമതിക്ക് കസ്റ്റംസ് തീരുവ പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഉൽപ്പാദനം ചെലവ് കുറയ്ക്കാനും തുണി വ്യവസായത്തിൻ്റെ മത്സരശേഷി വർദ്ധിപ്പിക്കാനുമാണ് നീക്കം. ഇന്ത്യൻ ടെക്സ്റ്റൈൽ വസ്ത്ര വ്യവസായങ്ങൾക്ക് ആശ്വാസമായി പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് തീരുവ കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെ പരുത്തി ഇറക്കുമതിക്ക് നിലവിലുള്ള 11% തീരുവ ഈടാക്കില്ലെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ആവശ്യമായ ഉയർന്ന നിലവാരമുള്ള പരുത്തിയുടെ ലഭ്യത ഉറപ്പാക്കുകയും ഉൽപ്പാദന ചെലവ് കുറയ്ക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. നൂൽ, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണ ചെലവ് കുറയുന്നതോടെ കയറ്റുമതിയിലും ആഭ്യന്തര വിപണിയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. 45 ദശലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകുന്ന ടെക്സ്റ്റൈൽ വസ്ത്രമേഖലയുടെ വളർച്ചയ്ക്കും ഈ തീരുമാനം സഹായകരമാകും. അതേസമയം പരുത്തി കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മിനിമം സപ്പോർട്ട് പ്രൈസ് സംവിധാനം തുടരുമെന്ന് സർക്കാർ വ്യക്തമാക്കി. 2026-27 സീസണിൽ പരുത്തിയുടെ MSP ക്വിൻ്റലിന് 557 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാർ ഓർമ്മിപ്പിച്ചു. ആഭ്യന്തര വിപണിയിലെ വിലസ്ഥിതികൾ നിരീക്ഷിച്ചുകൊണ്ട് ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖരീഫ് സീസണിൽ കർഷകർക്ക് സമയബന്ധിതമായി വളം ലഭിക്കാനും വിതരണത്തിലെ ക്രമക്കേടുകളും തടയാനും ആന്ധ്രാപ്രദേശ് സർക്കാർ പുതിയ മൊബൈൽ ആപ്പ് അവതരിപ്പിക്കുന്നു. വളങ്ങളുടെ സംഭരണം മുതൽ വിതരണം വരെയുള്ള വിവരങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ആപ്പിലൂടെ ഒരുക്കുന്നത്. വളം വിതരണത്തിലെ സുതാര്യത ഉറപ്പാക്കാൻ പുതിയ മൊബൈൽ ആപ്പുമായി ആന്ധ്രാപ്രദേശ് സർക്കാർ. ഖാരിഫ് സീസൺ മുന്നിൽ കണ്ടാണ് വളങ്ങളുടെ സംഭരണം, ഗതാഗതം, വിതരണം എന്നിവ തത്സമയം നിരീക്ഷിക്കുന്ന ഡിജിറ്റൽ സംവിധാനം സർക്കാർ ഒരുക്കുന്നത്. വളങ്ങളുടെ അനധികൃത വഴിതിരിച്ചുവിടലും കൃത്രിമക്ഷാമവും തടയുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്തെ വള ഗോഡൌണുകൾ, വിതരണ കേന്ദ്രങ്ങൾ, റീറ്റെയിൽ കടകൾ എന്നിവയിലെ സ്റ്റോക്ക് വിവരങ്ങൾ ആപ്പിലൂടെ അധികൃതർക്ക് നേരിട്ട് ലഭ്യമാകും. ജില്ലാതല ഉദ്യോഗസ്ഥർക്കും കർഷകർക്കും വളം ലഭ്യത സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ പരിശോധിക്കാം. ഏതെങ്കിലും പ്രദേശത്ത് വളക്ഷാമമോ വിതരണ തടസ്സമോ ഉണ്ടായാൽ ഉടൻ നടപടി സ്വീകരിക്കാനും ഈ സംവിധാനം സഹായിക്കും. ഖാരിഫ് കൃഷിക്കാലത്ത് യൂറിയ, DAP ഉൾപ്പെടെയുള്ള പ്രധാന വളങ്ങളുടെ ആവശ്യകത ഉയരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ സാങ്കേതിക ഇടപെടൽ നടപ്പാക്കുന്നത്. കർഷകർക്ക് ആവശ്യമായ വളം സമയബന്ധിതമായി ലഭ്യമാക്കി കാർഷിക ഉൽപാദനം മെച്ചപ്പെടുത്താനാണ് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ശ്രമം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.